മഹാഭാരതം ഭാഗം 4 കൃഷ്ണനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. വേദവ്യാസൻ സത്യവതിയുടെ ആഹ്വാനപ്രകാരം ഹസ്തിനാപുരത്തിലെത്തി. അദ്ദേഹം സത്യവതിയോട് പറഞ്ഞു, നിന്റെ പുത്രന്മാർ മരിച്ചതുകൊണ്ടുള്ള വിഷാദം ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് ഒരു ദിവ്യശക്തിയുണ്ട്, കുരുവംശം നിലനിർത്താൻ ഞാൻ സഹായിക്കും. വേദവ്യാസൻ വിചിത്രവീര്യന്റെ ഭാര്യമാരായ അംബികയെയും അംബാലികയെയും സന്ദർശിച്ചു. അംബികയെ കണ്ടപ്പോൾ അവൾ ഭയത്തോടെ കണ്ണടച്ചു. അതിലൂടെ ജനിച്ചതായിരുന്നു ധൃതരാഷ്ട്രൻ. കണ്ണില്ലാത്തതായിരുന്നു അവന്റെ പിഴവില്ലാത്ത ജന്മലക്ഷണം. അംബാലികയെ കണ്ടപ്പോൾ അവൾ ഭീതിയോടെ വെള്ളയായി. അവളിൽ നിന്ന് ജനിച്ചത് പാണ്ഡു, പാണ്ഡവർക്ക് പിതാവ്. അവർ പിന്നെയും ഒരു ദാസിയെ അയച്ചു. അവളിൽ നിന്ന് ജനിച്ചത് വിതുരൻ. പിന്നീട് പാണ്ഡുവും ധൃതരാഷ്ട്രനും കുരുവംശം ഭരിക്കാനായി വളർന്നു. പാണ്ഡുവിന് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു, കുന്തിയും മാദ്രിയും. കുന്തിക്ക് ഒരു ദിവ്യശക്തി ഉണ്ടായിരുന്നു. ദേവതകളെ വിളിച്ച് അവരിൽ നിന്ന് പുത്രന്മാരെ